ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ വണ്ടർഫുൾസ് എന്ന ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മളുടെ ചേനീനെ ലീ തന്നെ ഒറ്റ കൊടുത്തെങ്കിലും ഏറ്റവും ലാസ്റ്റ് മുത്തശ്ശേരിയും കൊങ്ങിന്റെയും സണ്ണിന്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ലീ അവളെ തിരിച്ച് രക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നേരെ അവൻ ചർച്ചിലോട്ട് പോയിട്ട് ഡോക്ടർ ഹായുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ചേനി അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് പോവുകയും ബാക്കിയുള്ള വണ്ടർ കൈൻഡേഴ്സ് ആയിട്ടുള്ള പാലിനെയും മറ്റു 2 സിസ്റ്റേഴ്സിനെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലീയും അവന്റെ ഒപ്പം കട്ടയ്ക്ക് കൊങ്ങും സണ്ണും ഇപ്പൊ നിൽക്കുന്നുണ്ട്. ഇതേ നേരം പാലാകട്ടെ മാക്സിമം അവന്റെ പവേഴ്സ് എല്ലാം ഇപ്പൊ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവർ ഇത്രയും പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് എന്ന പോലെ നേരത്തെ തന്നെ അവന്റെ കൈ ഒരു ബ്ലാക്കിഷ് കളറിലാകുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പതാ വീണ്ടും വീണ്ടും അത്രയും സ്ട്രെങ്തോടു കൂടി അവൻ ആ ഒരു പവർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു സൈഡ് എഫക്റ്റ് കാരണം അവൻ ചെറുതായിട്ട് വീക്കായി പോകുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ലീ ആകട്ടെ കൺട്രോൾഡ് ആയിട്ട് തന്നെ അവന്റെ പവറും യൂസ് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സിസ്റ്റേഴ്സിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള അവളാകട്ടെ അവളുടെ പവറായിട്ടുള്ള ഹാലുസിനേഷൻസ് വെച്ചിട്ട് നേരെ ലീയുടെ മൈൻഡിൽ കയറി അവൻ ഒരിക്കലും ഓർക്കാനായിട്ട് ആഗ്രഹിക്കാത്ത വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും ഹാലുസിനേഷൻസും ഒക്കെ അവനിപ്പോൾ തോന്നിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ചെറുപ്പത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലീഡ് എടുത്ത് ആവശ്യപ്പെടുന്നതും അവൻ കരയുന്നതായിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒരു ഇല്യൂഷൻ പോലെ അവൻ ലീയുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ലീ ഒന്ന് ട്രോമാറ്റിക് ആയി പോകുന്നു മാത്രമല്ല അവൻ ഇതുവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന പവേഴ്സ് പോലും ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവന് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും ഒരു ഡയറക്ഷനും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് എയറിൽ ഇപ്പൊ പൊന്തി പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന് ചുറ്റുമുള്ള എല്ലാം ഇപ്പൊ നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തിനു പറയുന്നു, ഈവൻ നമ്മുടെ പാലും കൊങ്ങും സണ്ണും എല്ലാം അവന്റെ ആ ഒരു പവറിന്റെ അത്രയും ഇൻഫ്ലുവൻസിൽ അവിടെ നിന്ന് തെറിച്ച് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരം കൊങ്ങ് അവന്റെ ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് മാക്സിമം അതിനെതിർത്ത് നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. അന്നേരം തന്നെ സണ്ണ് ഓരോ നുണകളൊക്കെ പറഞ്ഞ് ആ നുണകൾ കാരണം ആക്ടിവേറ്റ് ആക്കുന്ന അവന്റെ ആ ഒരു പവർ വെച്ച് ഗ്രൗണ്ടിൽ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് അതുവഴി അവൻ കൊങ്ങിനെയും രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ ചേനി ലീയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് എത്തുന്നത്. കാര്യങ്ങളെല്ലാം തന്നെ ലീയുടെ കൺട്രോളല്ലെന്ന് മനസ്സിലാക്കി അവളിപ്പോ കൊങ്ങിന്റെയും സണ്ണിന്റെയും ഹെൽപ്പോട് കൂടി തന്നെ പതിയെ അവന്റെ ആ ഒരു പവറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ കാമാക്കാനായിട്ട് അവന്റെ ഷോൾഡറിൽ കൈവച്ച് അവന്റെ പേര് വിളിക്കുമ്പോൾ അതുവരെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോവായിരുന്ന ലീക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം തോന്നുകയും അവനൊന്ന് കാമാവുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇതേ നേരം തന്നെ അവന്റെ പവേഴ്സ് ഒരുപാട് അവൻ യൂസ് ചെയ്ത കാരണം കൊണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരെയും അവൻ അൺകോൺഷ്യസ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇനി ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാരും കൂടി ഇപ്പൊ നമ്മളുടെ ചൈനയുടെ പവേഴ്സ് വെച്ചിട്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയും അവര് ലീനിയും എടുത്തിട്ട് അവരെല്ലാരും കൂടി ഒരുമിച്ച് നിക്കേ തന്നെ പാവം നമ്മുടെ സണ്ണാകട്ടെ താൻ ഒട്ടും തന്നെ ടയേർഡ് അല്ലെന്ന ഒരു നുണ അറിയാണ്ട് തന്നെ പറഞ്ഞു പോവുകയും അതുകൊണ്ട് ആ ഒരു സൂപ്പർ പവർ ആക്ടിവേറ്റ് ആയിട്ട് അവൻ ആ ഒരു ഫ്ലോറിൽ ഒട്ടിപ്പിടിച്ച് നിന്നു പോവുകയും ഇതേ നേരം തന്നെ ഒരുമിച്ചായിരുന്ന നമ്മുടെ ചൈനയുടെ സൂപ്പർ പവർ ആക്ടിവേറ്റ് ആയിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ പാലിപ്പോ വീണ്ടും അവിടേക്ക് തിരിച്ചെത്തുകയും സണ്ണിപ്പോ അവൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞ നുണ തിരിച്ചെടുത്ത് കറക്റ്റായിട്ടുള്ള സത്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പയ്യെ ഒളിച്ചിരിക്കുകയും ചെയ്യാണ്. ബട്ട് ഇതേ നേരം തന്നെ നേരത്തെ ചൈന ടെലിപ്പോർട്ട് ചെയ്തെങ്കിലും സണ്ണ് ഇവരോടൊപ്പം കറക്റ്റ് സമയത്തിന് വരാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധ മാറി ഡിസ്ട്രാക്ട് ആകുന്ന ചൈനയാകട്ടെ ബോധമില്ലാത്ത ലീയും കൊണ്ട് വീണ്ടും ടെലിപ്പോർട്ട് ചെയ്ത് എത്തിയിരിക്കുന്നത് ആ ഒരു ചർച്ചിലത്തെ തന്നെ മറ്റൊരു ഭാഗത്തേക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലീയെ അവിടെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനായിട്ട് അവള് കൊങ്ങിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളിപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഡോക്ടർ ഹാ ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെന്റ് അവൾ പുറത്തു നിന്ന് കാണാനായിട്ട് ഇടയാകുന്നുണ്ട്. അതില് നേരത്തെ അവളുടെ ബോഡിയിൽ നിന്ന് അവളുടെ ബ്ലഡിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്ത ആ ഒരു സെറം ഇപ്പോൾ ഡോക്ടർ ഹായും കൂട്ടരും കൂടി ചേർന്നിട്ട് ചീനിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, അയാളുടെ ബോഡിയിലേക്ക് അവർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ വയസ്സായിട്ടുള്ള ആളെന്ന് പറയുന്നത് 20 വർഷം മുമ്പ് അവിടെ നടന്ന എക്സ്പെരിമെന്റ്സിന്റെ എല്ലാം ഡയറക്ടർ തന്നെ ആയിരുന്നു. ആക്ച്വലി അയാളുടെ അണ്ടറിലാണ് ഈ ഡോക്ടർ ഹാ പോലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ പിറകില് സീക്രട്ട് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അതിൽ ഒബ്സെസ്ഡ് ആകുന്ന ഇപ്പൊ വയസ്സായിട്ടുള്ള ആ ഒരു ഡയറക്ടർ ആകട്ടെ ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ആകുന്ന നമ്മുടെ ചേനീനെ കൊന്നിട്ട് അവളുടെ ഹാർട്ട് തന്നിലേക്ക് വെക്കാനും അങ്ങനെ ഇമ്മോർട്ടലായിട്ട് ഒരിക്കലും മരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുമായിട്ടാണ് അതിമോഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഡോക്ടർ ഹായ് ഇപ്പോൾ അവളെ പിടിച്ചുകൊണ്ട് വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇപ്പോൾ അവര് ആ ഒരു സെറം ഈ ഒരു ഡയറക്ടറുടെ മേത്ത് കുത്തിവെക്കുകയും
അതിനുശേഷം ഒരു മിറാക്കിൾ എന്ന പോലെ പെട്ടെന്ന് അയാൾ യങ്ങറായിട്ട് ഒരു 30 വയസ്സുള്ള ഒരാളെ പോലെ ആവുകയും ഇത് കണ്ട് എല്ലാവരും ഷോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെനിയുടെ ബോഡിയിൽ നിന്നെടുത്ത ആ ഒരു സെരം വർക്കായിന്ന് എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് വീണ്ടും അയാളുടെ ബോഡി മാറാനായിട്ട് തുടങ്ങുകയും നേരത്തെ അയാൾ എത്രമാത്രം ഏജ്ഡ് ആയിരുന്നു അതിനേക്കാളും കൂടുതൽ ഏജ്ഡ് ആയിട്ട് വയ്യാണ്ടായിട്ട് അപ്പൊ തന്നെ ഓൺ ദി സ്പോട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അത്രയും ഓൾഡ് ഏജിലായിരുന്ന ഒരാള് യങ്ങർ ആയതായിരുന്നെന്നും പെട്ടെന്ന് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഓൾഡ് ഏജിലേക്ക് വന്ന് മരിച്ചതെന്ന് അവിടെ നിൽക്കുന്നവര് ഡോക്ടർ ഹാർട്ട് എടുത്ത് ചോദിക്കുമ്പോൾ അതിന് ഒരു പക്ഷേ നമുക്ക് ചെനിയുടെ കൂടുതലായിട്ടുള്ള ബ്ലഡ് വേണമെന്നും അത് വെച്ച് കൂടുതലായിട്ടുള്ള സെറം ഉണ്ടാക്കണമെന്നും അങ്ങനെ ഒരുപാട് സെറം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരാളെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഡോക്ടർ ഹാ ഇപ്പൊ പറയുന്നതെല്ലാം ബാക്കിക്കോടെ ചെനി ഒരു ഡോറിന്റെ മറവിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കയ്യിൽ പെട്ട പിന്നെ 4 അവർ ഇവർ തന്നെ മേത്ത് എക്സ്പെരിമെന്റ്സ് നടത്തുന്നു. തന്റെ ബ്ലഡ് എടുത്ത് ഈ ഒരു സെറോക്ക് ഉപയോഗിച്ച് തന്നെ കൊല്ലാകൊല ചെയ്യുന്നു മനസ്സിലാക്കുന്ന ചെനി പയ്യെപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നതിന്റെ ഇടയിൽ അവൾ അറിയാണ്ട് ചെറിയ ഒരു സൗണ്ട് ഉണ്ടാക്കുകയും അത് കേട്ടിട്ട് പാലിപ്പോ അവിടെ എന്താണെന്ന് നോക്കാനായിട്ട് വരികയും അവളെ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ തന്നെ ഇവർ കണ്ടു എന്ന് ഉറപ്പാക്കുന്ന ചെനിയാകട്ടെ വീണ്ടും ആ ഒരു കോഫി കഴിച്ചിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ വീണ്ടും അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഡോക്ടർ ഹാ വീണ്ടും പാലിന്റെ അടുത്ത് അവളെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറയുമ്പോൾ ആള് ഇങ്ങനെ പവേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് അവൻ വളരെ വീക്ക് ചെയ്ത് ഇപ്പം മരിക്കാറായിട്ട് നിൽക്കുകയാണ്. അത് കാണുന്ന ജൂറാനാകട്ടെ അവന്റെ അടുത്ത് ഇനിയും നിന്റെ പവേഴ്സ് യൂസ് ചെയ്യരുതെന്നും അത് നിനക്ക് ഡേഞ്ചർ ആണെന്നും അവളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാന്നും അവന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇത് തങ്ങൾ അച്ഛനെ പോലെ കാണുന്ന ഡോക്ടർ ഹാ അവരെടുത്ത് പറഞ്ഞതാണെന്ന് എനിക്കത് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവനിപ്പോ നേരെ അവളുടെ പുറകെ പോവാണ്. ഇതേ നേരം തന്നെ ഇപ്പൊ ചെയിനി ടെലിപ്പോർട്ട് ചെയ്ത് എത്തുന്നത് ആ ഒരു പള്ളിയുടെ തന്നെ ഏറ്റവും നടുക്കിലേക്കായിരുന്നു. അവിടെ ഇപ്പോൾ അവളുടെ നൈബേഴ്സ് തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഈ പാല് ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ കിട്ടിയ ഒരാളാണെന്ന് വിശ്വസിച്ച് അവനെയും അവിടെയുള്ളവരെയൊക്കെ ആരാധിച്ച് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് കണ്ട് ഭ്രാന്ത് വരുന്ന ചെയിനിയാകട്ടെ അവിടെ ഇരിക്കുന്ന എല്ലാവരോടും ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ശരിക്കും ഒരു പള്ളിയൊന്നുമല്ലെന്നും ഇതിന്റെ പുറകില് അവർ സീക്രട്ട് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടത്തുന്നതും ഒരുപാട് ബ്രൂട്ടൽ ആയിട്ടുള്ള ക്രൈമുകൾ നടത്തുന്നതും ഒക്കെ അവളിങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് അവരിലെ എല്ലാവരുടെയും രൂപവും ഭാവവും ഒക്കെ മാറി അവരെല്ലാവരും ഇപ്പതാ ചെയിനിയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ആ ഒരു കൂട്ടത്തില് നമ്മുടെ ചെയിനിനെ അറിയുന്ന ആൾക്കാർ പോലും ഇപ്പൊ അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത് കണ്ട് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവൾക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇത് ശരിക്കും നമ്മുടെ ജൂറാന്റെ പണി തന്നെയായിരുന്നു. അവളാകട്ടെ ബാക്കിയുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അവളുടെ പവർ ഉപയോഗിച്ചിട്ട് ആ ഒരു ക്രൗഡിലുള്ള എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് ചെയിനിയുടെ എതിരാക്കിയിട്ട് അവളെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അവള് അവരോട് പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഇപ്പൊ ബാക്കി എല്ലാവരും ഒരു സോംബീസിനെ പോലെ നമ്മുടെ ചെയിനിയുടെ പുറകെ അവളെ ലക്ഷ്യമാക്കി അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോ പെട്ടെന്ന് ഇപ്പോ അവൾ എയറിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. നോക്കുമ്പോ ഇപ്പൊ നമ്മുടെ ലീ ബോധം എണീറ്റിട്ട് അവന്റെ പവേഴ്സ് വെച്ചിട്ട് അവനിപ്പോ നമ്മളുടെ ചെയിനിനെ ആ ഒരു സോംബീസ് പോലെ നിൽക്കുന്ന ക്രൗഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇപ്പൊ അവര് രണ്ടുപേരും കൊങ്ങും കുഴിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ ഓടിയിട്ടും ലാസ്റ്റ് അവർ വീണ്ടും എത്തുന്നത് ദുഷ്ടനായിട്ടുള്ള ആ ഒരു പാലിന്റെ മുമ്പിൽ തന്നെയായിരുന്നു. ഇനിയിപ്പോ ലീ ചെയിനിയുടെ അടുത്ത് ആദ്യം കൊങ്ങിനെയും കൂട്ടി ഇവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടാനും അതിനുശേഷം അവന് വേണ്ടി തിരിച്ചു വരാനും അവളുടെ അടുത്ത് ആവശ്യപ്പെടുകയും അവളത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇതേ നേരം തന്നെ നമ്മുടെ സണ്ണിനെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ ആ ഒരു ലാബിൽ തന്നെ കിടക്കായിരുന്നു. പക്ഷെ ഏറ്റവും ഹൊറിഫൈങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവൻ അവിടെ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാർ ഈ ഡെഡ് ബോഡീസിനൊക്കെ കൊണ്ടിടുന്നത് ഒരു ആസിഡ് പോലെയുള്ള ഒരു കെമിക്കലിനാണെന്നും അതേ കെമിക്കൽ തന്നെ ഇപ്പൊ അവര് 2-3 ലോറികളിലാക്കിയിട്ട് നിറച്ചു വെച്ചിട്ടുണ്ടെന്നും ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഒരു ഫെസ്റ്റിവലിൽ വെച്ചിട്ട് അവര് ഈ ഒരു ലിക്വിഡൊക്കെ ഈ ഒരു സിറ്റിയിലുള്ള എല്ലാ ജനങ്ങളുടെയും മേത്തേക്ക് സ്പ്രേ ചെയ്യുമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ചെയിനിക്കും കൊങ്ങനും സണ്ണിനും ഒക്കെ കിട്ടിയത് മാതിരിയുള്ള എബിലിറ്റീസ് ഒക്കെ അവർക്കും കിട്ടുമെന്നും അങ്ങനെ ഈ സിറ്റി മുഴുവനും ഇതുപോലുള്ള പവേഴ്സ് ഉള്ളവരായി മാറുമെന്നും അതിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള ഇമ്മോർട്ടാലിറ്റി ഒരു പവറായിട്ടുള്ള ആൾക്കാരെയും ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള സത്യങ്ങളൊക്കെ ഇപ്പൊ സണ്ണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം തടഞ്ഞില്ലെങ്കിൽ സിറ്റിയിലുള്ള തന്റെ മകൾക്കും ഭാര്യയ്ക്കും ഇത് നെഗറ്റീവായിട്ട് ദോഷം ചെയ്യുമെന്നും അവരും തന്നെ പോലെ ആയിത്തീരുമെന്ന് മനസ്സിലാക്കി അവനിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയും പോകും വഴിയിൽ അവനിപ്പോ ആ ഒരു സോംബി വർഷിപ്പേഴ്സിന്റെ കയ്യില് പെട്ടുപോകുമ്പോൾ ആദ്യം അവനും അവരിൽ ഒരാളായിട്ട് അഭിനയിച്ചു നോക്കിയെങ്കിലും അവര് അവനെ കൈയോടെ പിടിച്ച് അവന്റെ കഥ കഴിക്കാനായിട്ട് തീരുമാനിക്കുന്ന അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ചെയിൻ സോയുമായിട്ട് നമ്മളെ ചെയിനി അവിടേക്ക് കടന്നു വന്ന് സോയിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് സോയുമായിട്ട് അവിടെ നേരത്തെ ലീ ഉള്ള അതേ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവരെ രണ്ടുപേരെയും കൂട്ടി അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് എത്തുമ്പോഴാണ് അവിടെ ലീയോ പാലിനെയോ അവൾക്ക് കാണാനായിട്ട് സാധിച്ചേരുന്നില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ആ ഒരു ഹോളിന്റെ കണ്ടീഷനും താഴെ കിടക്കുന്ന ബ്ലഡൊക്കെ വെച്ചിട്ട് അവിടെ പാലും ലീയും തമ്മിൽ വലിയ രീതിയിൽ ഒരു ഫൈറ്റ് തന്നെ നടന്നിട്ടുണ്ടെന്നും എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നും അവള് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ലീ എവിടെയാണെന്ന് അറിയാണ്ട് അവള് വളരെയധികം പാനിക് ആകുന്നുണ്ട്.
ഇത് നേരം തന്നെ നേരത്തെ ആ ഒരു ഫൈറ്റില് പാല് അവന്റെ പവേഴ്സൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്ത കാരണം കൊണ്ട് ഇപ്പൊ ആ ഒരു ബ്ലാക്ക് കളറ് പാലിന്റെ ഫേസിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അതായത് അതിന്റെ സൈഡ് എഫക്റ്റ് ഇപ്പൊ അത്രയും കൂടിയിട്ട് അവനിപ്പോ ജുറാന്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ആ ഒരു പള്ളിയുടെ നടുക്ക് കിടന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ലീ ആകട്ടെ നേരത്തെ സണ്ണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനു മുമ്പത്തെ പല എപ്പിസോഡുകളിലായിട്ട് ഡിസംബർ 31 ലോകം അവസാനിക്കുന്ന നമ്മൾ കേട്ടിരുന്നല്ലോ. അത് ശരിക്കും ഇന്നാണെന്നും ഇന്ന് ഈ ഒരു എൻറ്റയർ സിറ്റിയെ അവർ ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണെന്നും ലീയും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം സണ്ണ് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയിനി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ നേരം തന്നെ ആ ഒരു സിറ്റിയെ ഫുള്ള് ലക്ഷ്യമാക്കിയിട്ട് ഓരോ ട്രക്കുകളിലായിട്ട് അവർ കയറ്റിക്കൊണ്ടു പോകുന്ന ആ ഒരു കെമിക്കലിനെ അന്ന് നൈറ്റ് ആ ഒരു സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരു ക്യാനുകളെല്ലാം ആൾക്കാരുടെ മേത്ത് സ്പ്രേ ചെയ്യിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്ന വളരെ ഹൊറിഫൈങ് ആയിട്ടുള്ള ആ ഒരു സീനും കാണിച്ചിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ഡോക്ടർ ഹായും കൂട്ടരും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ ആ ഒരു എൻറ്റയർ സിറ്റിയെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരാളെ അവർ ശരിക്കും കണ്ടുപിടിക്കുമെന്നോ അതോ നമ്മുടെ വണ്ടർഫുൾസ് 4 പേരും കൂടിയിട്ട് ഈ ഒരു പ്ലാനിനെ തകർക്കുമെന്നൊക്കെ അടുത്ത ഫൈനൽ എപ്പിസോഡ് കൂടെ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.